ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ജ്വല്ലറിയുടെ വീഡിയോ ആണ്. ഇന്ന് കുറേ പുതിയ ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല സിമ്പിൾ, ക്യൂട്ട്, എലഗന്റ് ആയിട്ടുള്ള അടിപൊളി ഓർണമെന്റ്സ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്വല്ലറി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആന്റി ടാർണിഷ് ജ്വല്ലറിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 18K യെല്ലോ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ജ്വല്ലറിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ജ്വല്ലറി എല്ലാം ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ജ്വല്ലറിയാണ്. ഹൈപ്പോ അലർജിക് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഈ ജ്വല്ലറി എല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സൂപ്പർ ക്യൂട്ട് മാലകൾ വന്നിട്ടുണ്ട്, ബ്രേസ്ലെറ്റുകൾ വന്നിട്ടുണ്ട്, വളകൾ വന്നിട്ടുണ്ട്, മോതിരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഡിമാൻഡുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ പ്രോഡക്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സിന്റെ സ്ക്രീൻഷോട്ട് വേഗം എടുത്ത് വേഗം തന്നെ മെസ്സേജ് അയച്ചോളുക, വേഗം തന്നെ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങിച്ചോളുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജ്വല്ലറി ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വല്ലറി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡബിൾ ലെയർ മാലയാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാല. നോക്കിക്കേ, നല്ലൊരു ഫാഷനാണ്. അപ്പോൾ ഈ ഡബിൾ ലെയർ മാല നമുക്ക് 2 മാലയായിട്ട് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. അതിലേക്ക് നോക്കിക്കേ, ഒരു ഗോൾഡൻ ബോളാണ് കണ്ടോ. ഈ ഒരു മാല തന്നെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നത് ചെറിയ ബീഡ്സ് കോർത്ത പോലത്തെ ഒരു മാല. അപ്പോൾ ബാക്കിൽ നിന്ന് നമുക്ക് ഈ കണ്ണി അകത്തിയിട്ട് ഊരി മാറ്റി ഒരു മാലയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മാലയാണല്ലേ. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 490 രൂപയേ ഉള്ളൂ. യെല്ലോ ഗോൾഡിലാണ് വരുന്നത്. ബാക്ക് ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നമ്മൾ കാണിക്കുന്ന ഓർണമെന്റ്സിന്റെ വലിപ്പം കേട്ടോ, ഈ ഒരു ഡിസ്റ്റൻസിൽ കാണുന്ന വലിപ്പമാണ് ഇതിന്റെ കറക്റ്റ് വലിപ്പം. ഞാൻ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മുടെ അടുത്ത ഐറ്റം നോക്കിക്കേ, നല്ല അടിപൊളി ഒരു മാലയാണ് കേട്ടോ. എന്നെ ഫാഷനബിൾ ആണെന്ന് നോക്കിക്കേ, നല്ല സൂപ്പർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ചെറിയ ചെയിനാണ് വന്നിരിക്കുന്നത്. അതിലേക്കാണ് ഈ ഒരു ഫ്ലവർ പെൻഡന്റും ഈ ബോളും ഇതായി, പിന്നെ ഇവിടെ ഒരു പെൻഡന്റും ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു മാല. ഇതാ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന അതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു മാലയ്ക്ക് ഇറക്കം വരുന്ന ഒരു 18 ഇഞ്ച്, നമുക്ക് ബാക്ക് ചെയിനും കൂടെ കൂട്ടി ഒരു 19 ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഇങ്ങനെ ഒരു ഈ പെൻഡന്റ് ഒക്കെ ഇത്തിരി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഇറക്കം തോന്നുന്ന ഒരു മാലയാണ്. ഇതിപ്പോൾ ഞാൻ ബാക്ക് ചെയിനൊക്കെ കുറുക്കിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ നമ്മുടെ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ, ഫ്രോക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കോളറൊക്കെ ഉള്ള നെക്കൊക്കെ ഉള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് നല്ല സ്റ്റൈലിഷാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 490 രൂപ. യെല്ലോ ഗോൾഡാണ്. ഇനി അടുത്തത് വരുന്നത് നോക്കിക്കേ, ഒരു ചെയിനിലേക്ക് ഒരു സ്നേക്ക് ചെയിൻ അല്ല, പക്ഷെ അതുപോലെ തന്നെ ഫ്ലാറ്റ് ചെയിനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ചെയിനാണ് വന്നിരിക്കുന്നത്. അതിലേക്കാണ് ഈ ഗോൾഡൻ ബീഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ചുറ്റിനും ഗോൾഡൻ ബീഡ്സ് വരുന്നുണ്ട്, വലുതും ചെറുതും ഒന്നിടവിട്ട് അങ്ങനെയാണ് ഈ ബോൾസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ നെക്ലസ് പോലെയൊക്കെ ഇടാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാല. അപ്പോൾ ഇതും ബാക്ക് ചെയിൻ അവൈലബിൾ ആണ്. ബാക്ക് ചെയിൻ ഇല്ലാതെയാണ് ഈ ഇറക്കം, അത് ബാക്ക് ചെയിനും കൂടെ അവൈലബിൾ ആണ്. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപ. അടുത്തത് വരുന്നത് തണ്ട് ചെയിൻ ഉള്ള മാലയാണ്. ചെറിയ ഉരുണ്ട ചെയിനാണ്, തണ്ട് പോലത്തെ ചെയിന്. അതിലേക്കാണ് ഈ ഒരു ചാംസ് വന്നിരിക്കുന്നത്. ഒരെണ്ണമല്ല കേട്ടോ, 3 ചാംസ് വന്നിട്ടുണ്ട്. മൾട്ടി ചാംസ് വരുന്ന ഒരു സിമ്പിൾ മാലയാണ്. റേറ്റ് വരുന്നത് 450 രൂപ. ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. ഒരു സ്റ്റാറും ഒരു പേളും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പെൻഡൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ചാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാല നല്ല ഹാങ് ചെയ്ത് കിടന്നോളും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺസ് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു മാലയാണ് കേട്ടോ. തീരെ സിമ്പിളാണ്, കാണാനും സിമ്പിളാണ്, വിലയും സിമ്പിളാണ്. റേറ്റ് വരുന്നത് 350 രൂപ. യെല്ലോ ഗോൾഡാണ്. ഇതിൽ ഈ വലുത് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ്, ഇടയ്ക്ക് ഗോൾഡൻ ഫിനിഷാണ് വരുന്നത്. ഇനി നമുക്ക് ബ്രേസ്ലെറ്റ് കളക്ഷൻ കാണാം.
ഇന്നത്തെ ഫസ്റ്റ് മോഡൽ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഡബിൾ ലെയറിൽ വരുന്ന ആണ്. അധികം വലുപ്പമൊന്നുമില്ല, മീഡിയം സൈസാണ്. ഇങ്ങനെ ഒരു ചങ്ങല ചെയിനും പിന്നെ ഒരു ചെറിയ ബീഡ്സ് പിടിപ്പിച്ച് പരസ്പരം ചെയിൻ പോലെ ചങ്ങലക്കണ്ണിയിൽ ചെറിയ ബീഡ്സ് വന്നിരിക്കുന്നത്, ഗോൾഡൻ ബീഡ്സ് വന്നിരിക്കുന്നത് ഇതാണ്. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. അടുത്ത് വരുന്നത് ഇങ്ങനെ വീണ്ടും ഡബിൾ ലെയറിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഈ ഡബിൾ ലെയർ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് കൊളുത്തേന്ന് ഊരിയിട്ട് സിംഗിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വലുത് യൂസ് ചെയ്യേണ്ടപ്പം വലിയ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുക, ചെറുതാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപയാണ്. ഈ വലിയ ചെയിൻ വന്നിരിക്കുന്നത് ചെത്ത് ചെയിൻ്റെ ഡബിൾ ലെയറാണ് ഈ വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് സ്റ്റോൺ ആണ്, ഒരു ബോ ടൈപ്പ് സ്റ്റോൺ പെൻഡൻ്റ് ആണ് അതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീരെ ചെറിയ ചെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത്, അതായത് കണ്ടോ. അതുപോലെ നമ്മുടെ ഈ മാലകളാണെങ്കിലും ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്, കൊലുസ് ഏതാണെങ്കിലും ഇതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ഓർണമെൻറ്റ്സ് ആണ്. അത് പൊട്ടിപ്പോവില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക, എന്ത് ഓർണമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിലും. അപ്പോൾ ഡെയിലി യൂസ് ആണെന്ന് പറഞ്ഞെന്ന് വെച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ റഫ് യൂസ് ചെയ്യാം, ഇത് പൊട്ടിപ്പോവില്ല എന്നൊന്നുമല്ല. നമുക്ക് കളർ പോവാതെ ഡെയിലി യൂസ് ചെയ്യാം, കുറേ നാൾ ഉപയോഗിക്കാം എന്നാണ് ഡെയിലി യൂസബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ കൊലുസ്, ബ്രേസ്ലെറ്റ്, മാലയൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇട്ടുകൊണ്ട് കിടന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങിച്ചാലും അത് പൊട്ടിപ്പോകത്തില്ലേ റഫ് യൂസ് ആണെങ്കിൽ. അപ്പോൾ റഫ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കട്ടിയുള്ള സാധനങ്ങളായിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ അതിലോലമായ ജ്വല്ലറിയൊക്കെ മേടിക്കുമ്പം നിങ്ങൾ അതുപോലെ കെയർഫുൾ ആയിട്ട് അത് ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാതെയൊക്കെ കേട്ടോ. അല്ലാതെ ഇത് വാങ്ങിച്ചിട്ട് അയ്യോ ഞങ്ങളിത് രാത്രി ഇട്ടുകൊണ്ട് കിടന്നപ്പോൾ പൊട്ടിപ്പോയി, അവിടെ തട്ടിയപ്പോൾ പൊട്ടിപ്പോയി, ഇവിടെ തട്ടിയപ്പോൾ പൊട്ടിപ്പോയി എന്ന് എന്നോട് പിന്നെ പരാതി പറയരുത്. നമുക്ക് അങ്ങനെ ഞാൻ പൊട്ടിപ്പോയില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ ഈ ജ്വല്ലറിയൊക്കെ നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ജ്വല്ലറിയൊക്കെ വാങ്ങിക്കുന്നത്. അല്ലാതെ വീട്ടിൽ കൂടെ നമുക്ക് റഫ് യൂസിനല്ലല്ലോ നമ്മൾ ഇത്തരം ജ്വല്ലറിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേത് ജ്വല്ലറി വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് ബ്രേസ്ലെറ്റ്, ഒരു ചെറിയ ചെയിന്, അതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം ഒരു ഫ്ലവർ വന്നിരിക്കുന്നത്. അതിലൊരു ചെറിയ ഗ്രീൻ സ്റ്റോണും വന്നിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ മൾട്ടി ചാംസ് ഒക്കെ ആയിട്ട് ഒരു സൂപ്പറായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ജ്വല്ലറി എല്ലാം യെല്ലോ ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. അത് ചിലതിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് റോസ് ഗോൾഡ് ആണോ എന്ന്, ചില യെല്ലോ ഗോൾഡ് കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു അത് ലൈറ്റിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു, ഈ വെളിച്ചം അടിക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നതെല്ലാം യെല്ലോ ഗോൾഡിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപ. ഇങ്ങനെ മൾട്ടി ചാംസ് ആണ് കേട്ടോ വരുന്നത്. അടുത്ത ബ്രേസ്ലെറ്റ് ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ വരുന്ന ഒരു സൂപ്പറായിട്ടാണ് കേട്ടോ. നമുക്ക് കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. വട്ടത്തിൽ ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന വളകൾ കാണാം. നല്ല അടിപൊളി വളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ നമ്മുടെ സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വളയാണ്, ഓപ്പൺ വളയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 2.6 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വളയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഒത്തിരി പേര് എന്നോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് സെയിം ഡിസൈൻ കിട്ടിയിട്ടില്ല. ഇത്തവണ ഡിസൈൻ ഇത്തിരി മാറിയാണ് വന്നിരിക്കുന്നത്, പക്ഷേ സെയിം കളറാണ് വന്നിരിക്കുന്നത്. സിൽവർ ആൻഡ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. സൈസ് വരുന്നത് 2.6, റേറ്റ് വരുന്നത് 550 രൂപ. അപ്പോൾ 2.5, 2.6, 2.7 കാർക്കൊക്കെ ഇത് സ്യൂട്ടാവും കേട്ടോ.
അടുത്ത നമ്മുടെ മൾട്ടി ചാംസ് വരുന്ന ഈ സംഭവം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ മോസ്റ്റ് ഡിമാൻഡഡ് ഐറ്റം ആണ് കേട്ടോ. ബാംബു ബാങ്കിളിലേക്ക് ഇതുപോലെ മൾട്ടി ചാംസ് വന്നിരിക്കുന്ന വള. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സൈസ് വരുന്നത് 2.6 ആണ്. റേറ്റ് വരുന്നത് 600 രൂപയാണ്. പിന്നെ ഈ വള വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഇടുന്ന വളയാണ്. ഇങ്ങനത്തെ വളയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് ചിലരൊക്കെ അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇടാൻ ശ്രമിച്ചു, അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇടാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം വള കയ്യെ കയറത്തില്ല, കാരണം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ. തന്നെയല്ല, അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ മുറുകി ഈ ചാംസ് ഒക്കെ ഇവത്തേന്ന് ഊരിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡയറക്റ്റ് കയ്യിലേക്ക് ഇടരുത്. നമുക്ക് കയ്യിലിടാൻ എളുപ്പത്തിനാണ് ഇങ്ങനത്തെ ഓപ്പൺ ബാങ്കിളും ക്ലിപ്പ് ബാങ്കിളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്ലിപ്പ് ബാങ്കിളാണ്. അതുകൊണ്ട് ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാത്രം കയ്യിലേക്ക് ഇടുക. അടുത്ത് വന്നിരിക്കുന്നത് 2.4 സൈസിലുള്ള ഡബിൾ ലെയേർഡ് ബാങ്കിളാണ് വന്നിരിക്കുന്നത്. ക്ലിപ്പ് ബാങ്കിളാണ്. ഇതുപോലെ ഫുള്ള് ഡബിൾ ലെയർ വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇങ്ങനത്തെ ക്ലിപ്പ് ബാങ്കിളാണ്. 2.4 ആണ് സൈസ്. ഷേപ്പ് ഇങ്ങനെ വരും. 2.4 to 2.6 വരെയുള്ളവർക്ക് ഇത് സ്യൂട്ടാവും. റേറ്റ് വരുന്നത് 600 രൂപ. 2.4കാർക്കുള്ള അടുത്ത മോഡൽ ഇതാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു 6 ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു കറുത്ത ഒരു ഇതുപോലെ തോന്നും, അങ്ങനെയില്ല. ഇതിൻ്റെ ഇടയ്ക്കോടെ ഈ ഓരോ ലെയറിൻ്റെ ഇടയ്ക്കോടെ ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സൈസ് വരുന്നത് 2.4. റേറ്റ് വരുന്നത് 550 രൂപ. ഇതും 2.6 വരെയുള്ളവർക്ക് യൂസ് ആകും. ഇനി 2.6 അളവിൽ വരുന്ന ഒരു അടിപൊളി വളയാണ്. ക്ലിപ്പ് വളയാണ്. ക്ലിപ്പ് ബാങ്കിളാണ്. ഇത് അധികം വണ്ണമൊന്നുമില്ല, വീതിയൊന്നുമില്ലാത്ത ചെറിയ വള. ഇതും ഇങ്ങനത്തെ ക്ലിപ്പ് ബാങ്കിളാണ് കേട്ടോ. ഈ വളയുടെ റേറ്റ് വരുന്നത് 550 രൂപ. 2.6 വരുന്ന അടുത്ത വള ഇതാണ്. ഇങ്ങനത്തെ പ്ലെയിൻ ആണ്, പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ സെൻറ്റർ പോർഷനിലെ ആ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൈസ് വരുന്നത് 2.6. ക്ലിപ്പ് ബാങ്കിളാണ്. റേറ്റ് വരുന്നത് 550. ഇപ്പോൾ 2.8കാർക്ക് ഇത് യൂസ് ആവും കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള വളയാണ്. ഇപ്പോൾ ഇച്ചിരി വണ്ണമുള്ള കൈയാണെങ്കിലും ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ മാത്രമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിട്ടപ്പോൾ നല്ല കാണാനുണ്ടല്ലോ. ഇനി അടുത്തത് 2.8 സൈസിൽ വന്നിരിക്കുന്ന ഓപ്പൺ ബാങ്കിളാണ്. നമുക്ക് 2.8 സൈസിൽ വളരെ റെയറായിട്ടാണ് ബാങ്കിൾസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ 2.6 മോഡൽ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 2.8 മോഡലാണ്. അപ്പോൾ ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപ. ഇതുണ്ട്, സെൻറ്ററിൽ ഒരു ഫ്ലവറും ഒരു ചെറിയ സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, കയ്യിലിടും. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതും നമ്മൾ നേരത്തെ കാണിച്ച മൾട്ടി ചാംസ് ബ്രേസ്ലെറ്റും കൂടെ. ഇനി നമുക്ക് കുറച്ച് മോതിരങ്ങളും കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം. അപ്പോൾ നമ്മുടെ മോതിരങ്ങളുടെ റേറ്റ് വരുന്നത് 300 ആണ്. അഡ്ജസ്റ്റബിൾ റിങ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോതിരങ്ങൾ തന്നെ എടുക്കുവാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടെ എക്സ്ട്രാ വരുവേ. അപ്പോൾ നിങ്ങൾ മാലയുടെ വളയുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഇങ്ങനെയൊരു ഹാർട്ട് ഷേപ്പിലുള്ള അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. അപ്പം വിരലിന് വണ്ണം ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഈ ഒരു മോഡലാണ്. ഇതും ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിംഗ് ആണ്, തിന്നായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ലീഫ് ഡിസൈനിലുള്ളതാണ്. ഇതും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ വരുന്നത് ഇങ്ങനെ മൾട്ടി ലെയർ വരുന്ന ഒരു റിംഗ് ആണ്. ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇങ്ങനെ മൾട്ടി ലെയർ വരും. അപ്പോൾ റിങ്സിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 300 ആണ്. അപ്പോൾ നമുക്ക് വേറെ മോതിരങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ മോതിരങ്ങൾ വാങ്ങേണ്ടവർ ഫോട്ടോ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാത്തിൻ്റെയും ഫോട്ടോ അയച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറിയുടെ ഫോട്ടോ എടുക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ.